ഞാൻ ഒരു കാര്യം ഇടയിൽ ചോദിക്കട്ടെ. ഇപ്പോൾ മുജ്തബയെ വാഴിക്കില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അയത്തുള്ള അലി ഖംനയുടെ രണ്ടാമത്തെ മകനാണ് മുജ്തബ. IRGCയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ്. പിതാവിന്റെ ഉപദേശകനായിരുന്നു പല നിർണായക ഘട്ടങ്ങളിലും. അവിടെ ഉണ്ടായിരുന്ന പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തിയത് മുജ്തബയുടെ ബുദ്ധിയിൽ നിന്ന് ഉയർന്ന ആശയത്തിന്റെ ഭാഗമാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ വളരെ തീവ്ര നിലപാടുകളുള്ള കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കുന്ന മുജ്തബയുടെ ആഭ്യന്തര വിദേശ നയം അതിന് രൂപം കൊടുക്കാൻ പോകുന്നത് അദ്ദേഹമായിരിക്കുമല്ലോ. ഇത് സ്വാഭാവികമായും മേഖലയിലെ മൊത്തം രാഷ്ട്രീയത്തെയും സ്വാധീനിക്കുന്ന ഒന്നായി മാറില്ലേ? മുജ്തബയെ വാഴിക്കില്ല എന്ന് ട്രംപ് പറയുമ്പോൾ അത് കൂടുതൽ രൂക്ഷമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതിന്റെ സൂചനയല്ലേ? തീർച്ചയായിട്ടും ഗോപി, യുദ്ധം തുടങ്ങി 2 ദിവസത്തിനുള്ളിൽ നമ്മൾ അനൌദ്യോഗികമായി പറഞ്ഞിരുന്നു മുജ്തബയാണ് അടുത്ത അധികാരി എന്ന് അധികം തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷെ അവരത് അനൗൺസ് ചെയ്യാതെ വെച്ചിരിക്കുകയായിരുന്നു ഒരാഴ്ചയായിട്ട്. കാരണം ഇസ്രായേൽ ഒരു ഭീഷണി മുഴക്കിയിരുന്നു, നിങ്ങൾ നിങ്ങളുടെ പിൻഗാമിയെ തെരഞ്ഞെടുത്ത അയാളെ ഞങ്ങൾ വധിക്കും. ട്രംപ് പറഞ്ഞു ഇദ്ദേഹം ലൈറ്റ് വെയിറ്റ് ആണ്, ഇങ്ങനെ ഒരാളെ നമ്മൾ ഇത് ചെയ്യാൻ സമ്മതിക്കില്ല, ഞങ്ങളുടെ പക്ഷത്തുള്ള ഞങ്ങളുടെ പങ്കാളിത്തമുള്ള ഒരാൾ അവിടെ തലപ്പത്ത് വരണം, വെനിൻസ്വേലയിൽ സംഭവിച്ചതുപോലെ. പക്ഷേ ഇതിനൊന്നും വഴങ്ങാതെ മുജ്തബയെ തെരഞ്ഞെടുത്തതിലൂടെ ഇറാന്റെ തീവ്ര നിലപാടുകാർ കൊടുക്കുന്ന സന്ദേശം ഇറാൻ കീഴടങ്ങില്ലെന്ന് മാത്രമല്ല ആക്രമണം രൂക്ഷമാക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും നെതന്യാഹുവിനെതിരെയുള്ള പോരാട്ടം കനക്കുകയാണ്. കരയുദ്ധത്തിന് തയ്യാറുണ്ടെങ്കിൽ വന്നോളൂ എന്നുള്ള അർത്ഥത്തിൽ 6 മുതൽ 8 ലക്ഷം വരെ സൈനികരുണ്ട്. അതുകൊണ്ട് ഒരു സൈന്യം ഒന്നും റവല്യൂഷണറി ഗാർഡ്സ് ആണ്. അവിടുത്തെ ഫിലോസഫിയും അവിടുത്തെ ഭരണത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അവരാണ്. അവരുടെ പിന്തുണയിലാണ് യഥാർത്ഥത്തിൽ മുജ്തബ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഗോപി വളരെ രസകരമാണ്. ഈ സൗദി അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ ഈ രാജ്യഭരണത്തിനെതിരെ പ്രതികരിച്ചിരുന്ന ആളാണ് അലി ഖമനായി. അദ്ദേഹം പറഞ്ഞു എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു പിൻഗാമി ഉണ്ടാവില്ല, വേറൊരാളായിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞതിന് വിഭിന്നമായിട്ടാണ് അദ്ദേഹത്തിന്റെ മകനെ തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിന് പറയുന്ന കാര്യം പ്രസിഡന്റ് മിതവാദിയാണെങ്കിലും മുജ്തബയെ അംഗീകരിച്ചിട്ടുണ്ട്. നാഷണൽ യൂണിറ്റിക്ക് അത് ആവശ്യമാണ്. പക്ഷേ ഇതിലൊരു പ്രശ്നം, ഈ അയത്തുള്ള അലി ഖംനെ അദ്ദേഹത്തിന്റെ പിൻഗാമിയാവാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു പട്ടിക തയ്യാറാക്കിയിരുന്നു. അതിൽ മുജ്തബയുടെ പേരുണ്ടായിരുന്നില്ല. മുജ്തബ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അനുയായിയും ഉപദേശകനും മകനും ഒക്കെ ആകുമ്പോഴും അദ്ദേഹം പിൻഗാമിയായി സ്വന്തം മകൻ വരണം എന്ന് ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മുജ്തബ അധികാര കേന്ദ്രമായി മാറുന്നത് IRGCയുടെ സമ്മർദ്ദത്തിനും സ്വാധീനത്തിന്റെയും ഭാഗമായിട്ടാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. താങ്കൾ അതിനോട് യോജിക്കുമോ? തീർച്ചയായിട്ടും. വേറെ 2 ആയത്തുള്ളമാർ ഉണ്ടല്ലോ, ആയത്തുള്ള അരീഫയും വേറൊരാൾ, 2 പേരുടെ പേരുണ്ടായിരുന്നു. 2 പേർക്കും പരമോന്നത നേതാവാകാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ മുജ്തബയെ നിർബന്ധമായി പരമോന്നത നേതാവാക്കണമെന്ന് അവിടുത്തെ റവല്യൂഷണറി ഗാർഡ്സ്, അവർക്കാണ് എല്ലാ മേഖലകളിലും സ്വാധീനമുള്ളത്, സൈന്യത്തിൽ, മതപണ്ഡിതന്മാരുടെ ഇടയിൽ. അപ്പോൾ അതുകൊണ്ട് അതിന് വഴങ്ങേണ്ടി വന്നു. സ്വാഭാവികമായിട്ട് 88 അംഗ കൗൺസിലിലും ഭൂരിപക്ഷം IRGCയുമായി ബന്ധമുള്ളവരാണ്. അപ്പോൾ തീവ്രമായ നിലപാടിലൂടെ ഇറാൻ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ഇറാന്റെ പരമോന്നത നേതാവിന്റെ രക്തസാക്ഷിത്വത്തിന് മറുപടി പറയണം. ആ തരത്തിൽ ഗൾഫ് രാജ്യങ്ങളെയും അമേരിക്കയെ സഹായിക്കുന്ന രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കേണ്ടി വന്നാൽ ആക്രമിക്കണം. പ്രത്യേകിച്ച് ആ രാജ്യങ്ങളെയല്ല, അവിടുത്തെ US ബേസുകളെ, അമേരിക്കയുടെ ബേസുകളെ തകർക്കണം എന്നുള്ള. അപ്പൊ അതുകൊണ്ട് യുദ്ധം മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.